ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ ഈ കോളർ നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ ആദ്യമേ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ചെയ്ത് വന്നപ്പം എന്തോ ഈ കുർത്തിക്കത് ആപ്റ്റ് ആവുന്ന പോലെ തോന്നിയില്ല. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കുറച്ച് അത്യാവശ്യം വൈഡായിട്ട് നിൽക്കുന്ന ഒരു കോളർ നെക്കായിരുന്നു കേട്ടോ. പക്ഷെ അത് ഈ കുർത്തിക്ക് എന്തോ ഒരു ഭംഗി തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ തുന്നി അഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മെയിൻ ഫാബ്രിക്കിലൊന്നും ടച്ച് ചെയ്യാതെ തുന്നി മാത്രമായിട്ട് അഴിച്ചെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഭാഗം വൈഡായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോളർ നെക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കോളറിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ അഴിച്ചെടുക്കുന്നത്. ഇതുപോലെ സീം റിപ്പർ വെച്ചിട്ട് ത്രെഡ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുർത്തിയുടെയും നെക്ക് ഡിസൈൻ നമുക്ക് വീണ്ടും മാറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു നെക്ക് ഡിസൈൻ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കുർത്തിയിൽ ചെയ്തെടുത്തപ്പോൾ എനിക്ക് എന്തോ അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഞാൻ വിചാരിച്ച അത്ര ഭംഗി ഈ ഒരു കുർത്തിക്ക് അത് കിട്ടിയില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ, അത് ഈ ഒരു കോളർ കുർത്തിയിൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ചേഞ്ച് ചെയ്യണമെന്ന് അപ്പം തന്നെ വിചാരിച്ചായിരുന്നു. ഇതൊരു റെഫറൻസ് പിക്കിൽ കണ്ടിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കോളർ നെക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന ഒരു കോളറായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ ഫേസിക്ക് എന്തോ അത് ആപ്റ്റ് ആവുന്നേ ഇല്ലായിരുന്നു. ഒരു മൂർക്കം പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം ഇത് ഇട്ടിട്ട് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ തന്നെ ചേഞ്ച് ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ 4 ഭാഗത്തുള്ള ത്രെഡ് ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വൈഡായിട്ടാണ് ഈ ഒരു നെക്കിൻ്റെ ഭാഗം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ചെയ്യാനായിട്ട് ഈ ഒരു കോളറിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. കോളറിന് വേണ്ടിയിട്ട് ആ മടക്കി തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം 2 ഭാഗത്തായിട്ടും. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സെയിം കട്ട് പീസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നും ഞാൻ ഈ ഒരു ഷേപ്പിൽ നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ. ഇതുപോലെ 2 ഭാഗത്തേക്കും ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കോളറിൻ്റെ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു മെഷർമെൻറ്റ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോളർ നെക്കല്ല കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസിനെ എടുത്തിട്ട് വി ഷേപ്പിൽ നെക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 ഭാഗത്തേക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നിനെ ചെരിച്ച് വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിന് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസ് നല്ല വശത്തിന് മുകളിലാക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2ഉം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ നെക്കിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലേസും കൂടെ ഞാൻ ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പീസിൻ്റെ എഡ്ജിൽ 2ലും ലേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വി ഷേപ്പിലാണ് വെച്ച് കൊടുക്കേണ്ടത്. താഴെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ആ താഴെ ഭാഗം 2 കൂടെ ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെയ്തെടുത്ത ഈ ഒരു നെക്കിൻ്റെ ഡിസൈന് ഞാൻ നമ്മുടെ കുർത്തിയുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗവുമായിട്ട് കൂട്ടി തയ്ച്ച് കൊടുക്കുന്നുണ്ട്.
ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടി തയ്ച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, അത് ലാസ്റ്റാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ കുർത്തിയുടെ ഫ്രണ്ടിൽ ഇതുപോലെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം. ഇതുപോലെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കിൻ്റെ അവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും കാണാതെ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻസ് ആയിട്ടൊന്ന് അറിയിക്കണേ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗം വൃത്തികേടാകുകയൊന്നുമില്ല കേട്ടോ. നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് കഷ്ടപ്പാടുണ്ട്, തുന്നയിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് ഇതുപോലെ ഏത് നെക്കും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാനിവിടെ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഡീപ്പ് എന്ന് പറയുന്നത് 7 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഞാനതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെക്ക് അവിടെ വൈഡായിട്ട് കിടക്കും. അപ്പം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗം. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ ഡിസൈനൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഏത് നെക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻസ് ആയിട്ടും കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.